സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് വ്യക്തമാക്കുന്നത്. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പച്ചരിയിലും പുഴുക്കലരിയിലും അനുവദനീയമായ നുറുങ്ങിയ അരിയുടെ അളവ് കുറച്ചു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജനയിലൂടെ വിതരണം ചെയ്യുന്ന പച്ചരിയിൽ നുറുങ്ങിയ അരിയുടെ അളവ് 25% വരെയായിരുന്നത് 10%മായാണ് കുറച്ചത്. പുഴുക്കലരിയിൽ ഇത് 16%-ൽ നിന്ന് 6%-ആയി കുറച്ചു. 30 വർഷത്തിനിടയിൽ ആദ്യമായാണ് റേഷനരിയുടെ ഗുണനിലവാര സൂചിക പരിഷ്കരിക്കുന്നത്. നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗമായ BPL പിങ്ക് കാർഡിനായി അപേക്ഷിക്കുവാനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ്. ജൂലൈ 17 വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നതെങ്കിലും നിലവിൽ അത് ജൂലൈ 20 വരെ നീട്ടിയിട്ടുണ്ട്. ജൂലൈ 20 വൈകിട്ട് 5 മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം. അർഹതയുള്ളവർ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. മുമ്പ് അനർഹരായ നിരവധി ആളുകൾ കൈവശം വെച്ചിരുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തതിനെ തുടർന്ന് വലിയ തോതിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ ജീവനക്കാരോ പൊതുമേഖലാ സഹകരണ മേഖല ജീവനക്കാരോ ആയിരിക്കരുത്. ആദായനികുതി അടക്കുന്നവരുണ്ടാകരുത്. സർവീസ് പെൻഷനർ ഉണ്ടാകരുത്. വാർഷിക വരുമാനം 3 ലക്ഷം, അതായത് മാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ ആകരുത്. 1000 സ്ക്വയർ ഫീറ്റിൽ അധികം വരുന്ന ആധുനിക വാർക്ക വീട്, സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 4 ചക്രവാഹനങ്ങൾ, ST വിഭാഗക്കാർ ഒഴിച്ച് 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, ഇങ്ങനെയുള്ളവർ കാർഡിലുണ്ടെങ്കിൽ പിങ്ക് കാർഡിന് അപേക്ഷിക്കാൻ പറ്റില്ല. അടുത്തുള്ള അക്ഷയകേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം. അതിനിടെ സംസ്ഥാനത്ത് BPL റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്തുവാൻ പോവുകയാണ്. നിലവിലെ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നതിനു പകരം 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട്, 800 cc വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര സ്വകാര്യ വാഹനം, കൃഷിയോഗ്യമല്ലാത്ത മറ്റുതരത്തിൽ ഉപയോഗിക്കാനാവാത്തതായ 1 ഏക്കറിലേറെ ഭൂമി എന്നിവയുണ്ടെങ്കിലും മുൻഗണനാ കാർഡ് നൽകുന്നതിനുള്ള ഇളവുകളാണ് സർക്കാർ ഇപ്പോൾ അനുവദിക്കാനായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത അർഹരായ നീല, വെള്ള കാർഡുടമകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. വരാനിരിക്കുന്ന ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി സപ്ലൈകോക്ക് 253 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ഇതിൽ 200 കോടി രൂപ ഓണക്കാലത്ത് വിപണി ഇടപെടലുകൾ നടത്തുന്നതിനും ബാക്കി 53 കോടി രൂപ AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുന്നതിനുമായാണ് മാറ്റിവച്ചിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും പ്രത്യേക ഇടപെടലുകളെ തുടർന്നാണ് ധനവകുപ്പ് ഈ തുക അനുവദിച്ചത്. ഓണക്കാലത്ത് വിപണിയിൽ സാധാരണക്കാർക്ക് ആശ്വാസമേകുന്നതിനായി എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി അവശ്യസാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാകുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ പലതരത്തിലുള്ള ഓണക്കിറ്റുകൾ വിപണിയിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് ഇത്തവണയും മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും സൗജന്യ കിറ്റ് ലഭിക്കുക. പിങ്ക് കാർഡുകാർക്ക് കൂടി കിറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും പ്രതിസന്ധികൾ കാരണം അത് തള്ളുകയായിരുന്നു. ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. മഞ്ഞ, പിങ്ക് കാർഡുകാർക്ക് തനത് റേഷൻ തന്നെയാണ് ഈ മാസവും ലഭിക്കുന്നത്. നീല കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം കാർഡിന് സ്പെഷ്യൽ വിഹിതമായി 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 7 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ള കാർഡുകാർക്ക് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. എന്നാൽ ഗോതമ്പ് വെള്ള കാർഡിന് ലഭിക്കില്ല. മാസാവസാനത്തിനായി കാത്തുനിൽക്കാതെ ജൂലൈ മാസത്തെ റേഷൻ വിഹിതം എത്രയും വേഗം തന്നെ വാങ്ങുവാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.